അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പം നല്ല വെയിലാണ്. ഇവിടെ നമ്മളെ സിറ്റൗട്ടിലേക്ക് വരുമ്പോഴേ കണ്ടോ നല്ല വെയിലാണ് കേട്ടോ. ഈ നേരത്ത് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാജേട്ടനൊക്കെ പണിക്ക് പോയിട്ട് ഇതുപോലെ പണിയില്ലായിരുന്നു പോകുന്നു. ഇന്നലെയും തന്നെ കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു. ഇവർ പണിക്ക് ഇറങ്ങുന്ന സമയം രാവിലെ നേരത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. അവർ പണിക്ക് പോകാനും പറ്റില്ല, ഒന്നും പറ്റില്ല. ഇതല്ല നമ്മളവിടെ നോക്കാം കോഴികളും നല്ല വെയിലും ഒക്കെ ഉണ്ടാ. കോഴിമക്കളൊക്കെ പാടെ വന്നെന്നാണ് ഉണ്ടാവുക. അപ്പം ഇനി അമ്മ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ രാജേട്ടൻ മദ്രസയിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പം ഇനി നമ്മുടെ പണികൾ തുടങ്ങേണ്ട സമയമായിട്ടോ. കൊടുത്ത് 4 മണി, കൃത്യം 4 മണി വൈകിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു ഞാൻ. അപ്പം ഇനി പണികൾ തുടങ്ങണം. അപ്പം അതിൻ്റെ മുന്നേ ചായ കുടിക്കാം. അപ്പോൾ ഇവർ രാജേട്ടൻ്റെ അമ്മൂനെ കൊണ്ടുവരാൻ വേണ്ടി മുതിർച്ചയിൽ പോയപ്പോഴേ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അമ്മ ചായ ഉണ്ടാക്കണം. പിന്നെ ചായക്ക് ഇപ്പോൾ കടി എന്താ കൊണ്ടുവന്നതെന്ന് അറിയില്ല. എന്തായാലും പറയാം, ഉണ്ട് അങ്ങനത്തെ സാധനം ഉണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടോ. ഇതണ്ട, ഞാൻ കർക്കിടക മാസമായിട്ട് നമ്മൾ കഞ്ഞിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കെന്നാൽ കർക്കിടകഞ്ഞി ഉണ്ടാക്കാറിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പാടെ മരുന്ന് ഇത് ആയുർവേദ കടയിൽ നിന്നല്ലേ, ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചാട്ടോ. അപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ഉണ്ടാക്കാം ഇതൊക്കെ ഇട്ടിട്ട്. അവിടെ ഞങ്ങളുടെ തറവാട്ടിൽ അമ്മ നമ്മളെ തൊടിയിൽ കൂടെയൊക്കെ നടന്നിട്ടേ മറ്റേതുണ്ടല്ലോ, എന്താ പറയുക, ഓരോന്നിൻ്റെ വേരും കാര്യങ്ങളൊക്കെ അറിയാം. അവർക്കൊക്കെ വയസ്സായവർക്കൊക്കെ അറിയാം കേട്ടോ അതിനെ പറ്റിയിട്ടൊക്കെ. പക്ഷെ നമുക്ക് അറിയില്ല അത് എന്തൊക്കെയാണ് കൂട്ടുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പൊടി മേടിച്ചു. 120 രൂപ കണ്ട തോന്നുന്നതിന്. അപ്പം ഇനി വൈകുന്നേരം ഒന്ന് കർക്കിടക്കഞ്ഞി ഉണ്ടാക്കണം കിട്ടിട്ട്. അപ്പോൾ ചായ റെഡിയായി തോന്നുന്നുണ്ട് നോക്കിയിട്ട് അമ്മൂട്ടി ഞാനിവിടെ കൊടുത്തു പോകുന്ന ചായ കുഞ്ഞാ. ഇതുണ്ടോ നമ്മളിവിടെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല, ഇനിയൊക്കെ തുടങ്ങണം. തിരുമ്പാനൊക്കെ ഉണ്ട്. മൊത്തം കണ്ടോ ഒരു മാരി ഇതിലാണ് കിടക്കണം. അപ്പം ഞാൻ ചായ ഇങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറിട്ടും പണിയെടുക്കാൻ. അതാ അമ്മൂട്ടി അമ്മു ചായ ഉണ്ടാക്കലാണേ. അമ്മൂട്ടിയോടെ ചായ ഉണ്ടാക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പു സത്യത്തില്ല കേട്ടോ, അപ്പു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയൊക്കെ നമുക്ക് ചായക്ക് എന്താ പോയൊക്കെ കൊണ്ടുവന്നത്. ചായ ഇതായത് എന്താ അറിയോ, നമ്മുടെ ഇത് രാജേട്ടൻ്റെ കടയെന്നല്ലേ, മുദ്രശ്ശി രാജേട്ടൻ്റെ കടയാണ് കേട്ടോ. ഇതിനെന്താ പറയുക, പോകണ്ടാ പറയാ ചോദിച്ചത്. ഞാനിതിന് ഉണ്ടാവുള്ളൂ. ഇതിനെന്താ പറയുക ചോദിക്ക്. ഉണ്ടല്ലേ, ഉണ്ട 3 കൊണ്ടുവന്നുണ്ട്. ഒന്ന് അപ്പോൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ ചായ കുടിക്കാം. ചെറിയ എന്താ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ചായ അടിക്കാൻ മഴ. അമ്മോ സ്പെഷ്യൽ ചായ. അതെന്താ അച്ഛനോട് അങ്ങനെ പറഞ്ഞേ? ചായ നല്ല സ്ട്രോങ് ചായയാണ്. കുടിക്കാം. ഇനി ഇതല്ലോ ചായ കുടിക്കട്ടെ. എന്താ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാട്ടതിന് എന്താ ചായക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ. അപ്പം ചായ അടിക്കട്ടെ. അപ്പം അമ്മൂട്ടിയെ കോളേജിലത്തെ ഓരോ കാര്യം പറയാം. എന്നാൽ നമ്മൾ ഇതാകുമ്പോഴല്ലേ ഒക്കെ പറയാം. അവർ കോളേജിൽ പുത്തനങ്ങാടി സെൻറ്റ് മേരീസ് കോളേജ് കേട്ടോ. അവിടെ അതുപോലെ മിനിയാന്നല്ലേ, മിനിയാന്നാണ് അവരിതിൻ്റെ പണി നടക്കട്ടെ. ഓഡിറ്റോറിയത്തിന് ഇതിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പണിയെടുക്കുമ്പോൾ 3 കുട്ടികളൊക്കെ, ആൺകുട്ടികളും 3 ചെക്കന്മാരല്ലേ, ചെറു പ്രായമായിരുന്നു. അപ്പം വീണിട്ട് ഇവർ പറഞ്ഞിങ്ങനെ എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, വീണുകൊണ്ട് മേലേന്ന് വീണതാണ്, ഷീറ്റുകൾ എന്തൊക്കെയാണ് തോന്നണു. അപ്പോൾ എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്നോ ഇങ്ങനെ കൊണ്ടുപോകണം എല്ലാവരും പറഞ്ഞേ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇങ്ങനെ പറയുക, ചെറിയ പ്രായമാണ്, വീട്ടിൽ അവരാണ് അത്ര
കുടുംബം നോക്കണത് ആ കുട്ടികളെ +2 കഴിഞ്ഞിട്ടൊക്കെ കുട്ടികളിങ്ങനെ ഇറങ്ങിയിട്ട് പണിക്ക് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരാൾക്ക് രണ്ടാൾക്കായിട്ട് നട്ടലിന് പരിക്കുണ്ട്, കാല് മുറിഞ്ഞതായിരുന്നു, സർജറി, അങ്ങനെയൊക്കെ ഓരോന്ന് പറയട്ടോ. അപ്പോൾ ഓൾ ഇവിടെ നിന്നിട്ട് പറയമ്മ അങ്ങനെയാണ്, ആ കുടുംബം നോക്കണത് അവരാണ്, അപ്പോൾ അവർ അച്ഛന്മാരോടും അമ്മമാരോടും ഒന്നും പറയണ്ടെന്നൊക്കെ കുട്ടികൾ പറയണം, അവർക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാം. പിന്നെ ചാടിച്ച് ഇരിക്കുമ്പോൾ അങ്ങനെ പറയാട്ടോ. പിന്നെ അമ്മൊന്നും പിന്നെ വല്ലാണ്ട് ക്യാമറയുടെ പണിക്ക് വരില്ലത്തോളൂ. അപ്പം അങ്ങനെ പറയുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം എന്ന് പറയേ. മിസ് പറഞ്ഞു ക്ലാസ്സിൽ വന്നിട്ട് പറയുക. കാരണം അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം, കാരണം അവർ പണിയെടുത്തപ്പോൾ അവരെ കോൺട്രാക്ടർ അവരെ തമ്മിലുള്ള ഇടപാടല്ല. പക്ഷെ അവർക്ക് ഭയങ്കര ഇടങ്ങാറ്. ടീച്ചർമാർക്കൊക്കെ പ്രായം മക്കളല്ലേ, അവൻ്റെ പ്രായമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ കുടുംബം നോക്കുന്ന മക്കൾ +2 കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ചെക്കന്മാരല്ലേ. അപ്പോൾ പറയും നമ്മളെ കൊണ്ട് കഴിയണമാരെന്തെങ്കിലും സഹായിക്കണം പറഞ്ഞു പറയേ. അപ്പോൾ നമുക്ക് വെച്ചാൽ നമ്മളെ ഇത്ര ഉള്ളവരൊന്നും അല്ല, പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം. അപ്പോൾ തിങ്കളാഴ്ച എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നറിയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറ്. നമ്മളെ കൊണ്ട് കഴിയണമാരെന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ആരെങ്കിലൊക്കെ അങ്ങനെയൊക്കെ സഹായിക്കട്ടെ അല്ലേ. അപ്പോൾ അതാ ചായ കഴിഞ്ഞിട്ടോ. പക്ഷെ നമുക്കിങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറ്. പൊതുവെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴല്ലോ നമുക്ക് വലുതായിട്ട് സഹായിക്കാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഇടങ്ങാറ്. കുട്ടികളല്ലേ ചില മക്കളെ പ്രായം പോലുള്ള കുട്ടികളല്ല. കുട്ടികളെ വീട് പാലക്കാട് എവിടേക്ക് തോന്നുന്നു, പാലക്കാട് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കട്ടെ വിചാരിക്കുക. കാരണം നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യുക. അതുപോലെ ദൈവം ഉണ്ടെങ്കിൽ എല്ലാവരും ആരെങ്കിലും സഹായിച്ചോളൂ പറയുന്നത്. അപ്പം ഇനി അടുത്ത പരിപാടി നോക്കട്ടെ കേട്ടോ. നമ്മളെ കോഴികളൊക്കെ അന്ന് നമ്മൾ അടവെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതുണ്ടോ എല്ലാവരും വരുന്നുണ്ട്. ഉണ്ടാക്കാനുണ്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവരെ എല്ലാവരും കൂടെ ഓടി വരും. അത് കുറച്ച് ആൾക്കാരാട്ടോ, കുറച്ച് ഗ്യാങ് വേറെ എവിടെയാണ് തോന്നുന്നുണ്ട്. നമ്മളന്ന് അട വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവരൊക്കെ ഇപ്പോൾ സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, കാണാനുണ്ടോ, ഇരുട്ടോ ഉണ്ട്, 2 ആളുണ്ട് ഇവിടെ. അവരൊക്കെ സെറ്റായിട്ടിരുന്നു. അതേപോലെ ബാക്കി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടാ, ബാക്കി 2 ആളെ ഞാൻ നമ്മുടെ വീതനയുടെ ചോടില്ലേ, ഇതുണ്ടോ വീതനയുടെ ചോട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, കണ്ടോ വീതനയുടെ ചോട്ടിൽ ഞാൻ 2 കൊട്ടയിലാക്കിയിട്ട് വെച്ചതാണ്. എന്നിട്ട് പിന്നെ ടൈലിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ അടക്കി. പിന്നെ ഞാൻ നമ്മളിവിടെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ വേറൊരു സാധനം വെച്ച് അടക്കിട്ടോ. നമ്മൾ പഴയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ലേ, ആ ഫ്രിഡ്ജിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇവിടെ അടച്ചു വയ്ക്കും. മറ്റേ നമ്മൾ ഉള്ളിലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പം അതിന് പറ്റില്ല. ഇനിതാ സമയം ഇപ്പം ഇനി വേഗം പോകും കേട്ടോ സമയം. കാരണം 4 മണി കഴിഞ്ഞാൽ പിന്നെ വേഗം പോകും. അപ്പം നമ്മളെ തോരട്ടതൊക്കെ ഉണ്ട്, ഇന്നലെ തോരട്ടത്, അതൊക്കെ സംഭവങ്ങളൊക്കെ തോരട്ടതൊക്കെ. മഴ ചാറുണ്ട് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം ഇനി തിരുമ്പട്ടെ. ഇവിടെയുള്ള ഈ കാടുണ്ടല്ലോ, ഇവിടെ കൂണെന്തെങ്കിലും ഉണ്ടോ പോയി ഒക്കെ അറിയാം. എനിക്ക് ഇന്നാളെ അവിടെ നിന്ന് 2 കൂണ് കിട്ടിയിട്ടോ, ഈ കാട്ടിൽ കിട്ടിയത് കൂണ്. അതങ്ങനെ വരുമ്പോൾ, പക്ഷേ അന്ന് ആ പാമ്പിനെ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് പോകാനൊരു പേടി. കണ്ടോ എന്താ കാട്, നല്ല കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ നമ്മ ചീത്ത പറയും. അപ്പൂസ് അതിലേറെ കേട്ടോ, അമ്മ വന്നാൽ കാട്ടുകൂടെയും തൊടികൂടെയും നടക്കുന്നു പറഞ്ഞിട്ടേ. നമ്മളെ മക്കളുണ്ടോ, കോഴിമക്കൾ ഈ കാട്ടുകൂടെ ഒക്കെ ഉണ്ട്. വെറുതെ അല്ല കേട്ടോ ചില എണ്ണം കുറയുന്നത്. അവിടെ ഉണ്ടാ കിളി കാട്ടുകൂടെയാണ് നടക്കണതേ. പിന്നെ ഇങ്ങനെ കണ്ടോ, ഒരാൾ അവിടെ ഉണ്ട് നിൽക്കണം, ഒക്കെ ഈ കാട്ടുകൂടെ തന്നെ. പോയോട്ടെ. ഇവിടെ നിന്നാണ് ഇങ്ങനെ കാട്ടിലെടുത്താണ്ടൊക്കെ ഇവിടെ നിന്നിട്ടാണ് കിട്ടാറ്. കത്തി എടുത്തില്ല, അല്ലെങ്കിൽ ഒരു കാട്ടിലെടുത്താണ്ടുണ്ടെങ്കിൽ കറി വെക്കാനൊക്കെ. അതുപോലെ നമ്മുടെ ഇതുണ്ടാവില്ലേ കഞ്ഞിത്തൂവൊക്കെ നിറയെ ഉണ്ടാവാറുണ്ട് അതിലെ. നല്ല ഭംഗിയൊക്കെ തന്നെ കാണാനൊക്കെ. പക്ഷേ എന്താ പറയുക, ഇപ്രാവശ്യം നമ്മൾ തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ വെട്ടാത്തതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗി ഇവിടെ കാണാൻ. ഇങ്ങനെ മരങ്ങളൊന്നുള്ള സ്ഥലമേ അപ്പം അങ്ങനെ എവിടെ അങ്ങനെ ഒന്ന് കാണാണ്ടല്ലോ, ഒക്കെ വെട്ടിത്തെളിച്ച് ഇതല്ലേ. അമ്മ എന്ത് ചെയ്യുന്നറിയോ, അപ്പൂസും കൂടെ ഇവിടെ ചിലപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനും കാഴ്ചകളും ഒക്കെ
കാണാനൊക്കെ നല്ല രസമാണ്. ചേട്ടനോട് പറയുമ്പോൾ കൂടുമ്പോൾ നോക്കട്ടെ. ചിലപ്പോൾ ഉണ്ടാവട്ടെ, അങ്ങനെ കാട്ടിലൊക്കെ നല്ല ഉണ്ടാവും. റബ്ബറും കാട് അങ്ങനെയുള്ള അവിടെയൊക്കെ നിറയെ ഉണ്ടാവാറുണ്ട്. നോക്കാം നമുക്ക്. ഇവിടെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ കൂണൊക്കെ ഉണ്ട് വിചാരിച്ചു. കൂണൊന്നുമില്ല, നിറയെ കാടല്ലേ. ഞാനൊന്നും അവിടെ പോയി കേട്ടോ. രാജേട്ടനൊപ്പം പോകുന്നുണ്ട് കേട്ടോ പോയത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടിയാണ്. അയ്യോ വയ്യ, കുഴങ്ങി തുടങ്ങട്ടെ പണി. അപ്പം ഞാനേ കുറച്ച് ചെറുപയറും ഉലുവി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ സൂചി ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ പറ്റും കേട്ടോ. സൂചി ഗോതമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അരി വേണ്ടല്ലോ. നവരരി ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഇത്ര അരി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നല്ലപോലെ കഴുകട്ടെ. ഞാൻ എന്ത് ചെയ്തു അറിയോ, നമ്മുടെ കറി വെക്കണം മൺചട്ടിയിലല്ല ഇത് ഉണ്ടാക്കുക. അപ്പോൾ കണ്ട മൺചട്ടി നല്ലപോലെ നമ്മൾ എപ്പോഴെങ്കിലും അതിൽ കറി വെക്കാറുള്ളൂ കേട്ടോ. അപ്പം അതിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്കെന്താ പറയുക, ഇതിൽ വെക്കാം. കുറച്ച് മക്കളൊന്നും കുടിക്കണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലപോലെ കഴുകട്ടെ കേട്ടോ. നമുക്കിടാം. തീയൊക്കെ ഇടുന്നുണ്ട്. അതിവിടെ ഇത്ര നേരം ഇവിടെ വെള്ളമാണ്. ഞാനപ്പോൾ എന്ത് ചെയ്തു, അതൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ അടുപ്പിലേക്ക് കുറച്ചായിട്ട് തോന്നുന്നുണ്ട്. ഇത് കഴുകിയത് അതിലേക്കിടട്ടെ കേട്ടോ. മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഇതിൽ ആ പൊടികളും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴേ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ കുറച്ച്. പിന്നെ ഉച്ചയ്ക്കത്തെ ചോറുണ്ട്. ചോറും രസമാണ് ഉണ്ടാക്കിയത്. രസം അതുപോലെ സോയാബീൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഒരു 10-12 ദിവസം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. സോയാബീനൊക്കെ കുറച്ച് ഇനിയൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല പക്ഷേ കുറച്ച് ദിവസം 12 ദിവസമാണ് കേട്ടോ ഇവിടെ മേടിക്കാതിരിക്കലേ. കത്തട്ട തീ. ചില വീടുകളിലൊക്കെ ഞങ്ങളെ അവിടെയൊക്കെ അമ്മ അവരൊക്കെ രാമായണം വായിക്കും കേട്ടോ. ഞാൻ നല്ല ചെറുപ്പളശ്ശേരിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ചെറുപ്പളശ്ശേരി പോയപ്പോൾ മറ്റേ രാമായണത്തിൻ്റെ ബുക്കില്ലേ, അത് ഞാൻ കണ്ടു. പക്ഷെ മേടിച്ചില്ല. 150 രൂപയാണ് അതിന്. നല്ല കട്ടിയൊക്കെയുള്ളൊരു ബുക്കായിരുന്നു. ഇനി മേടിക്കണം. എന്നാൽ പിന്നെ എന്താ പറയുക, സമയമില്ല, അതാണ് ഒന്നാമത്. പിന്നെ ഉള്ള സമയം കൊണ്ട് ഇപ്പോൾ ഒക്കെ വായിച്ച് തീർക്കും വേണ്ടേ. എന്നാലും എനിക്ക് ഭയങ്കര പൂതിയുണ്ട് കേട്ടോ വായിക്കണമെന്ന്. ഒന്ന് മേടിക്കണം. നമ്മൾ ചെയ്യണ്ടോ ഒട്ടുമില്ല. അന്ന് കൊണ്ടുവന്ന വിറകൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ വെച്ചോണ്ടേ കുറേയൊക്കെ പുക തട്ടിയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിറകൊക്കെ എടുക്കട്ടെ. ഇനി ഒന്നും വേവട്ടെ. എന്നിട്ടാണ് ഇനിയിപ്പോൾ അതിൽ ആ പൊടി ഉണ്ടല്ലോ, നമ്മൾ മേടിച്ച പൊടി മരുന്ന് അതിടണം. തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കണം നല്ലതാട്ടോ. തേങ്ങയില്ല, വേഗം പോവില്ല അതിൽ ഒഴിക്കുന്നു. കടയിലുണ്ടെങ്കിൽ ചില കൊണ്ടുതരാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുള്ളിയില്ലേ, ചെറുള്ളി നല്ലപോലെ അരിഞ്ഞ് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ട് ഒഴിക്കുക. ഇപ്പൊക്കെ നമ്മൾ കർക്കിടക മാസമാകുമ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. നെയ്യില്ല, മേടിക്കണം. നെയ്യ് കുറച്ച് ഉണ്ടല്ലോ, അപ്പോൾ നല്ലൊരു രസം ഉണ്ടാവും. പിന്നെ ഇതങ്ങനെ തുടയ്ക്കണം. അടിച്ചു പോയിട്ടുണ്ട്. രാജേട്ടനും അമ്മയും കൂടെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതിന് കുറച്ച് എണ്ണയ്ക്കേ വരുള്ളൂ. അപ്പോസ് ഉണ്ടാവാൻ കുളിച്ചിട്ട് ഇനി വിളക്ക് വയ്ക്കണം. വിളക്ക് വയ്ക്കാറാകുമ്പോഴേക്കും അടിച്ചു പോയിട്ടുണ്ട്. തുടച്ചെടുക്കട്ടെ. അപ്പോഴേക്കും നമ്മളെ കഞ്ഞിയോടെ റെഡിയാവും ചെയ്യട്ടെ. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിളക്കൊക്കെ വെച്ച് ഈ കോഴികളൊന്ന് പിടിച്ചിട്ടുണ്ട്. കോഴികളൊക്കെ അതിൻ്റെ മേലെ സ്റ്റേജിൽ കയറി നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു ശീലമായിരുന്നു കേട്ടോ. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ ആവും കൂട്ട് കയറിലിട്ടൊന്നും. പിന്നെ അമ്മ ഇവരൊക്കെ തുടയൊക്കെ കഴിഞ്ഞു. എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ ആ കഞ്ഞിയായിട്ട് ചോറൊന്നും ഉച്ചയ്ക്ക് ചോറ് തിളപ്പിച്ച് വറക്കാനുണ്ട്. ഈ മക്കൾക്ക് അത് കൊടുക്കാമല്ലോ. രസമുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. ഈ സോയാബീൻ ഇനി ഉച്ചയ്ക്ക് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. പപ്പടം തേനും കാച്ച കഞ്ഞിയൊക്കെ ആവട്ടെ. നമുക്ക് ആ കഞ്ഞിയിൽ ഇതൊന്നും കൊണ്ടിടാം. ഇത് നല്ല അയമോദകത്തിൻ്റെ മണമൊക്കെ ഉണ്ട്. എരിവില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം. എന്തൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കിയാലും ഇപ്പം നമുക്ക് അറിയുള്ളത് ഇപ്പം എങ്ങനെയാണ് അവസ്ഥ, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. എത്ര കൂട്ടാം? ഒരു സ്പൂൺ മതിയാവൂല്ലേ? മതിയാവും തോന്നുന്നുണ്ട്. നോക്കി വെക്കാം. ഇന്ന് ഇത്ര എടുത്താൽ നമുക്കറിയാലോ. ഇളക്കി നോക്കട്ടെ അതിലെന്തേലും
ടേസ്റ്റ് എങ്ങനെയെന്ന് അറിയണ്ടേ. എല്ലാം കണ്ടിട്ടൊക്കെ ഉണ്ട്. ഒന്നുകൂടെ തിളച്ചാലേ അയമോദകത്തിന് ചേർക്കട്ടെ. ശർക്കര, കുരുമുളക് പൊടി നമുക്ക്. കുരുമുളകൊക്കെ വയറിന് നല്ലതല്ലേ, പുണ്ണിനൊക്കെ, പുണ്ണ് കരിയാണതിനൊക്കെ. അയമോദകം ഉണ്ട് കേട്ടോ അതിൽ. അയമോദകത്തിന് ചുവ നല്ല വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഉപ്പിടാൻ പാടില്ലെന്ന് പറയാൻ, നമുക്ക് കഴിക്കുമ്പോൾ തുള്ളി ഇടാം. അവിടപ്പോഴേക്കും നമുക്ക് ചെറുള്ളിയിൽ നിന്ന് മൂപ്പിക്കണത്. അച്ഛനൊക്കെ വന്നു പോകുന്നുണ്ട് വണ്ടിയുടെ ഒച്ചയൊക്കെ. ഒന്നും കൂടെ തിളക്കട്ടെ, ഒറ്റ തളയും കൂടെ. നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ പൊടിയൊക്കെ ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു കളറായി. അപ്പം അതിലെല്ലാ കൂട്ടും ഉണ്ട് കേട്ടോ. നമുക്കേ നെയ്യില്ല, അപ്പം നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളി കൂട്ടിയിട്ട് വറുത്തിടാം. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം. വേണ്ടത് വേണം കിട്ടാതെ ഉപ്പിടാൻ പാടില്ല അതിൽ ശരിക്കില്ലേ. പാടുമോ? ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടിട്ട് നമ്മുടെ അവിടെയൊക്കെ പനിൻ്റെ ഭയങ്കര സീസണാണ് കേട്ടോ. വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനുണ്ടല്ലോ അടക്കാപ്പഴമൊക്കെ തിന്നു. അടക്കാപ്പഴം തിന്നാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. തിന്നു, ഒരെണ്ണം തിന്നു. ആദ്യം പറിച്ചുകൊണ്ട് തിന്നാട്ടോ. ഇപ്പം പറയുന്നു ഇപ്പം വരും എന്നൊക്കെ പറയട്ടെ. ഞാൻ എന്തായാലും കഴിച്ചു. നമ്മളവിടെ ഇതാകുന്നു കഴിച്ചറിയാ അപ്പോൾ വെളിച്ചെറിയൽ കഴിഞ്ഞു. അങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണോ. ഇപ്പൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം വരും. കാരണം മാസ്ക് കൂടില്ല. ലാബിലൊക്കെ ആകുമ്പോൾ ഇവരിവിടെ കുട്ടികളെ എപ്പോഴും ചീത്ത അറിയുന്നുണ്ട് കേട്ടോ മാസ്ക് ഇടാത്തതിന്. കാരണം ഈ പനി സീസൺ ആകുമ്പോഴേ ഒക്കെ പനിക്കാരാണ്. പക്ഷെ ഇപ്പം ആരും വല്ലാണ്ട് അതിന് ശ്രദ്ധിക്കില്ല. ഞാൻ 2 ദിവസമൊക്കെ മാസ്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് പേഷ്യൻ്റ് ഒന്ന് കുറച്ച് കുറഞ്ഞ വലിയ ദൂരേക്ക്. മറ്റേ കൊറോണ സമയത്ത് പിന്നെ ശീലമാണ്. ഇപ്പോൾ പിന്നെ വെക്കണം. ഓക്കെ എടുത്ത് എത്ര അയമോദകത്തിന് 2 മണി വരുന്നുണ്ട്. കുരുമുളക് കുറച്ചിട്ട് എരിവിന് ചെറിയൊരു എരിവ് വേണ്ടേ. അപ്പം അതിന് എന്താ കഞ്ഞി ഇവിടെ കറക്കടക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പിട്ടിട്ട് കഴിക്കുമ്പോഴൊരു രസം. പല സ്ഥലത്ത് പല പോലെ ഇട്ടുണ്ടാകും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും അല്ലാണ്ട് ഉലുവക്കഞ്ഞി ഉലുവ മാത്രം ഇട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചോറ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ചോറുണ്ടാകുന്നത് തിളപ്പിച്ച് തിളച്ചൊന്ന് അപ്പം ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാം. ആ ചൂടോടെ തന്നെ കഴിക്കുകയും വേണം. എന്തൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കട്ടെ. നമുക്കിനി കഞ്ഞി കുടിക്കാം. ഇനി കുറച്ച് നേരം കൂടെ വെച്ച് തണുത്ത് കഴിഞ്ഞത് രസം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ കഞ്ഞിയൊക്കെ കൂടെ നാളെ അപ്പം ഇത്ര വെക്കണ്ട അല്ലേ. കുറച്ച് കൂടുതലോ നാളെ കുറച്ച് കൂടുതൽ വെച്ചാലാ. ഇന്ന് അച്ഛനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ വെച്ചിട്ടുണ്ടാവും വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് വഴിക്കില്ല നമ്മൾ. അത് നാളെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം. കൂടുതൽ വെച്ചാൽ ഞാനിപ്പോൾ എന്നൊന്നും കഴിക്കുന്നുണ്ടാവില്ല കേട്ടോ. രാത്രി ചോറുണ്ടാകുന്ന സമാധാനം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കട്ടെ. കഞ്ഞി ചൂടാറുമ്പോഴേക്കും അത് ചൂടോടെ കുടിക്കാൻ കിട്ടും. ചൂടെടുത്ത സമയം 8 മണിയായിട്ടോ. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ എന്താണെന്നറിയോ? ഇതുണ്ടാ നമ്മൾ നിധി കാത്തു വെക്കണ മാതിരി രാജായിട്ട് എടുത്ത് വെച്ച സാധനം കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക കടുമാങ്ങ. അന്നത്തെയൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കർക്കിടക മാസത്തേക്ക് എനിക്ക് കുറേ ആകുമ്പോൾ പനി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ നാവിനെ ചൊടുക്കി. ഇത് കണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട്. പേടിയുണ്ടതിനുള്ളിൽ കാണുമ്പോൾ കളറാണ് പടം. ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് കടുമാങ്ങ കേട്ടോ. നല്ല അടിപൊളി കടുമാങ്ങ അച്ചാറും പിന്നെന്താ ഇതുണ്ടോ മുളക് വറുത്തത് അതും ഉണ്ട്. പിന്നെ ഉച്ചക്കത്തെ രസമുണ്ട് കേട്ടോ. രസമുണ്ട്. ഇത് പിന്നെ കേബേജ് ഉപ്പേരി. അത് പിന്നെ രാത്രിയൊന്നും വലിയ ഇഷ്ടമല്ല. കുട്ടികൾക്ക് ഇതാ ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഉപ്പിനിങ്ങനെ ആവശ്യത്തിന് വേണമെങ്കിൽ കേട്ടോ, ഉപ്പിടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കർക്കിടക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാവരുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം നോക്കുകയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.